തോൽവിക്ക് പിന്നാലെ വടിവാളുമായി കണ്ണൂരിൽ CPM പ്രകടനം. കോഴിക്കോട് BJP സ്ഥാനാർത്ഥിയുടെ വീടിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞെന്ന് പരാതി. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ കണ്ണൂരിലും കോഴിക്കോടും അക്രമ സംഭവങ്ങൾ. കണ്ണൂർ പാറോട് വടിവാളുമായി CPM പ്രകടനം നടത്തി. കുന്നോത്തുപറമ്പ് പഞ്ചായത്തിലെ തോൽവിക്ക് പിന്നാലെയായിരുന്നു പ്രകടനം. പ്രവർത്തകർ വടിവാൾ വീശി ആളുകൾക്ക് നേരെ പാഞ്ഞെടുക്കുകയും വാഹനം തകർക്കുകയും ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. 23 വാർഡുകളുള്ള കുന്നോത്തുപറമ്പ് പഞ്ചായത്തിൽ ഇത്തവണ 11 സീറ്റാണ് UDF നേടിയത്. LDFന്റെ സീറ്റ് 9ലേക്ക് ചുരുങ്ങുകയും NDA 3 സീറ്റ് നേടുകയും ചെയ്തിരുന്നു. അതിനിടെ കോഴിക്കോട് വളയത്ത് BJP സ്ഥാനാർത്ഥിയുടെ വീടിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞതായി പരാതി. വളയം 10ാം വാർഡ് BJP സ്ഥാനാർത്ഥി അനഗാസി ബാബുവിന്റെ വീടിന് നേർക്കാണ് ആക്രമണമുണ്ടായത്. ഇത് സംബന്ധിച്ച് വളയം പോലീസിൽ അനഘ പരാതി നൽകി. LDF വിജയാഹ്ലാദ പ്രകടനത്തിനിടയിലാണ് സംഭവമെന്നാണ് പരാതിയിൽ പറയുന്നത്. ക്ഷേമ പെൻഷനും തുണച്ചില്ല, നിലം പരിശായി ചെങ്കോട്ടകൾ, നിയമസഭയിലേക്ക് ആദ്യ ലക്ഷ്യം നിറവേറ്റി NDA. ഇതുപോലൊരു മിന്നും വിജയം UDF ക്യാമ്പുകൾ പോലും പ്രതീക്ഷിച്ചിരുന്നു എന്ന് സംശയമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രത്തിൽ UDF ഉണ്ടാക്കിയ മികച്ച വിജയങ്ങളിലൊന്ന്. സംസ്ഥാനമൊട്ടാകെ ആഞ്ഞടിച്ച UDF കാറ്റിൽ ഇടത് കോട്ടകളിൽ പലതും ആടിയുലഞ്ഞു. കൈവിട്ട കോർപ്പറേഷനുകൾ തിരിച്ചുപിടിച്ചും മുനിസിപ്പാലിറ്റികളിൽ പകുതിയിലേറെ സ്വന്തമാക്കിയും ഗ്രാമപഞ്ചായത്തുകളിൽ 500 എണ്ണത്തിലേറെ നേടിയും ബ്ലോക്കിലും ജില്ലാ പഞ്ചായത്തിലും മുന്നേറ്റമുണ്ടാക്കിയും UDFന്റെ തേരോട്ടം. 2026 അധികാര തുടർച്ച സ്വപ്നം കാണുന്ന LDF മോഹങ്ങൾക്ക് മങ്ങലേൽപ്പിച്ച ജനവിധിയാണിത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇടത് വലത് മുന്നണികളെ ഞെട്ടിച്ച NDAയും വലിയ മുന്നേറ്റമുണ്ടാക്കിയ തെരഞ്ഞെടുപ്പ്. സംസ്ഥാന സർക്കാരിനെതിരായ ശക്തമായ ഭരണവിരുദ്ധ വികാരം ഉണ്ടായെന്ന തെരഞ്ഞെടുപ്പ് ഫലത്തിൽ വ്യക്തം. അത് മുതലെടുക്കാനും UDFനായി. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ഇടതുമുന്നണി മുന്നോട്ട് വെച്ച ക്ഷേമ പെൻഷൻ വർധനവ് പോലെയുള്ള പ്രഖ്യാപനങ്ങൾക്ക് പതുപോലെ വലിയ ചലനമുണ്ടാക്കാനായില്ല. ശബരിമല സ്വർണ്ണപ്പാളി അടക്കമുള്ള വിഷയങ്ങൾ LDFന് തിരിച്ചടിയായെന്നും ഫലം വ്യക്തമാക്കുന്നു. 10 വർഷം നീണ്ട LDF ഭരണത്തിലെ വീഴ്ചകളും സാമ്പത്തിക പരാധീനതകളും തങ്ങൾക്ക് അനുകൂലമായി പ്രയോജനപ്പെടുത്താനും UDFന് സാധിച്ചെന്ന് വേണം കരുതാൻ. തലസ്ഥാനത്തെ NDAയുടെ മുന്നേറ്റം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇടത് വലത് മുന്നണികൾക്കുണ്ടാക്കുന്ന വെല്ലുവിളി ചെറുതായിരിക്കില്ല. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ച നിയമസഭയിലേക്ക് കണ്ണുവെച്ച BJP അവരുടെ ആദ്യ ലക്ഷ്യം കൃത്യമായി നിറവേറ്റി. അടുത്തിട്ടൽ BJP നടത്തിയ ശക്തമായ പ്രവർത്തനത്തിന്റെ ഫലം കൂടിയാണ് നേട്ടം. ദേശീയ തലത്തിൽ തന്നെ BJPക്ക് എടുത്തുകാട്ടാവുന്ന വിജയമാണിത്. ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തെ വോട്ടർമാർക്ക് നന്ദി അറിയിച്ചതും ഈ നേട്ടത്തോട് കൂട്ടിവായിക്കാം. തിരുവനന്തപുരത്തിന് പുറമെ മറ്റു കോർപ്പറേഷനുകളുടെ NDA മുന്നേറ്റവും ഇടത് വലത് മുന്നണികൾ ഗൗരവത്തോടെയാണ് കാണുന്നത്. കോൺഗ്രസുമായി ചേർന്ന് തിരുവനന്തപുരം ഭരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, BJPക്ക് കാര്യമായ നേട്ടമില്ല. MV ഗോവിന്ദൻ സഖാവ് വീണ്ടും ചിലതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസുമായി ചേർന്ന് തിരുവനന്തപുരം ഭരിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. BJPയെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ കോൺഗ്രസുമായി സഹകരിക്കുമോ എന്ന ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ കോൺഗ്രസുമായി ചേർന്ന് BJPയെയോ BJPയുമായി ചേർന്ന് കോൺഗ്രസിനെയോ എതിർക്കാൻ നിലപാട് സ്വീകരിക്കില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. LDFന്റെ ജനകീയ അടിത്തറയിൽ കാര്യമായ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ലെന്നും വർഗീയ ശക്തികളുമായി നീക്കുപോക്ക് ഉണ്ടാക്കിയാണ് UDF മത്സരിച്ചതെന്നൊക്കെയാണ് MV ഗോവിന്ദൻ ഇപ്പോൾ പറയുന്നത്.